ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് കേക്ക് എന്നല്ല, ഒരു പുഡിംഗ് പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് അധികം ബേക്കിങ്ങിൻ്റെ അറിവൊന്നും വേണമെന്നില്ല. കുഞ്ഞു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ ഒരു സിമ്പിൾ ഡെസേർട്ട് തയ്യാറാക്കാനായിട്ട് അതിന് ഇതിലേക്ക് വേണ്ടത് 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. മുട്ട ഇതുപോലെ മഞ്ഞയും വെള്ളയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തു വെക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, മുട്ടയുടെ മഞ്ഞയിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ തയ്യാറാക്കുന്ന പാത്രത്തിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ പഞ്ചസാര നമ്മൾ നന്നായിട്ട് ഈ ഒരു മുട്ടയുടെ മഞ്ഞയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം പൊടിച്ച പഞ്ചസാര ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ മുഴുവനായിട്ടുള്ള തരിയോട് കൂടിയുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ നന്നായിട്ട് മിക്സായി മുട്ടയിൽ വരുമ്പോഴത്തേക്കും കുറച്ച് വാനില എസൻസ്, ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ആ പഞ്ചസാര അലിഞ്ഞ് മിക്സ് ചെയ്തത് ഇതുപോലെ കളറൊക്കെ മാറി നല്ലൊരു ഫോമി ഈ ഒരു രൂപത്തിലായി വരുമ്പം ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്ലോ സ്പീഡിൽ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാലാണ്. അത് ഞാൻ കുറച്ചായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ തന്നെ 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ പഞ്ചസാരയൊക്കെ ആ മുട്ടയിൽ അലിഞ്ഞ് നല്ല മിക്സ് ആയത് ഈ ഒരു പരുവത്തിൽ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് മൈദപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ മൈദപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ തന്നെ ചേർത്ത് കൊടുക്കണേ, ബേക്കിംഗ് സോഡ ചേർത്താൽ നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് ഇനിയൊന്ന് ഫോൾഡിങ് അതിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതെന്നുവെച്ചാൽ പതുക്കെ ഒരുപാട് ഓവർ മിക്സ് ചെയ്യേണ്ട. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ഇപ്പം മിക്സായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കണ്ട. അത് ഈ ഒരു രീതിയിൽ മിക്സായി വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാറ്റർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടാകുന്ന മുട്ടയുടെ വെള്ള അത് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ. അതിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ഇനി ക്രീമൊക്കെ ചേർക്കാം, അതിലും മധുരം വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മധുരം ബാലൻസ് കറക്റ്റായി വരും. അതാ ബീറ്റ് ചെയ്തിട്ട് മുട്ട ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറച്ച് നേരം സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ആയി വരും കേട്ടോ. ഇങ്ങനെ നമ്മൾ കമഴ്ത്തുമ്പോൾ ഇങ്ങനെ പാത്രത്തിൻ്റെ മുകളിൽ നിന്ന് വീഴാത്ത രീതിയിലായി വരുന്ന രീതിയിലാവണം. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കേക്കിൻ്റെ മിക്സ് ഉണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പത അടിയാതെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. പത അടിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചറൊക്കെ ഒന്ന് മാറിപ്പോകും കേട്ടോ. ഇതാണ് ആ ട്രസ്ലെച്ചസ് കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ കൊടുക്കുന്നത്. ഇതൊരു ക്ലാസിക് ട്രസ്ലെച്ചസ് റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ കേക്ക് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് സ്പോഞ്ചില്ലേ, നമ്മൾ വാനില സ്പോഞ്ച്, ക്ലാസിക് സ്പോഞ്ച്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് റെസിപ്പി ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഒതൻറ്റിക് രീതിയിൽ ഇങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാനിപ്പം ഒരു 1.6 ലിറ്ററിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് വലിപ്പം കൂടിയ വൈഡായിട്ടുള്ളൊരു പാത്രം എടുത്തതുകൊണ്ട് കേക്കിന് അത്ര കട്ടിയില്ല. നിങ്ങൾ ചെറിയ പാത്രം എടുക്കുകയാണെങ്കിൽ നല്ല കട്ടിക്ക് ഉള്ള രീതിയിൽ നിങ്ങൾക്ക് കേക്കിൻ്റെ ഇതായി വരും കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ട്രേയിലേക്ക്. എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 30 to 40 മിനിറ്റ്സ് ആണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ ഓവനിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളിനി ഇതിലേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു മിൽക്ക് മിക്സ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവാപ്പറേറ്റഡ് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ നമ്മുടെ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് എടുക്കണം. ഇതിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് റോസ് എസൻസ്, അത് നിർബന്ധമൊന്നുമില്ല, ആ റോസിൻ്റെ ഒരു ഡ്രോപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത് നമുക്ക് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തണുത്തതിന് ശേഷമാണ് ഇതിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ മോൾഡിൽ നിന്ന് മാറ്റുകയാണ്. അങ്ങനെ തണുത്തതിന് ശേഷം ഞാൻ മോൾഡിൽ നിന്ന് മാറ്റിയത് കണ്ടോ, ഇപ്പം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ബട്ടർ പേപ്പറിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അധികം ഹൈറ്റ് ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ പാത്രത്തിൻ്റെ വലിപ്പം കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലേറ്റിൽ സ്ലൈറ്റ് ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആണെങ്കിൽ കേക്കിന് ഹൈറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറിയ പാത്രത്തിൽ ചെയ്താൽ ഹൈറ്റിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിൽക്ക് മിക്സ് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചിലപ്പം നമ്മുടെ ഈ പാലിൻ്റെ പാടയൊക്കെ ഇങ്ങനെ കെട്ടിയ പോലെ ഉണ്ടാവും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഒന്ന് അരിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്.
എന്നിട്ട് അത് നമ്മൾ തണുത്ത പാടെ തന്നെ ഇങ്ങനെ ചെറിയ സ്ലോ സ്പീഡിൽ നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റിഫ് പീക്സ് ആവുന്ന വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ഞാൻ എന്താ പറയുക, ഇതിനകത്ത് പഞ്ചസാരയൊക്കെ ഓൾറെഡി ഉള്ളതാണ്. ഒരു ലൈറ്റ് സ്വീറ്റാണ് ഈ ഒരു ക്രീമിനുള്ളത്. അത്രയേ ഉള്ളൂ, ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട. അപ്പോൾ സ്റ്റിഫ് പീക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇതിലേക്ക് മാറ്റുകയാണ് കേട്ടോ, കവറിലേക്ക് മാറ്റുകയാണ്, ഐസിങ് ചെയ്യുന്ന കവറിലേക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ജസ്റ്റ് കേക്കിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ കുറച്ചൊരു ഡെക്കറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. ഇതൊക്കെ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ സ്റ്റാർ നോസിലാണ് എടുത്തിട്ടുണ്ട്, ചെറിയ നോസിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇത് കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ച് ടഫാണ്. പിന്നെ ഇത് നിങ്ങളുടെ കൈമിൽ എല്ലാവരുടെ കൈമിൽ ഇങ്ങനത്തെ നോസസ് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ക്രീം മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെയും ചെയ്യാറുണ്ട് ട്രസ്ലെച്ചസ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. പിന്നെ ട്രസ്ലെച്ചസിൻ്റെ മെയിനായിട്ടുള്ള ഫ്ലേവർ എന്ന് പറയുന്നത് പിസ്താഷ്യോസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പിസ്താഷ്യോസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിസ്ത ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട്, നിർബന്ധമൊന്നുമില്ല, അണ്ടിപ്പരിപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നോർമലി ട്രസ്ലെച്ചസിന് ഈ പിസ്താഷ്യോസിൻ്റെ ഫ്ലേവറാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ, അത് കാണാനൊരു ഭംഗിയാണല്ലോ, ഒരു പച്ച കളറിൽ. പിന്നെ റോസ് പെറ്റൽസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റോസ് പെറ്റൽസും ഈ ഒരു ട്രസ്ലെച്ചസിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റാണ്. അതായത് ക്ലാസിക് ട്രസ്ലെച്ചസ് കേക്കിൻ്റെ ഒരു ഫ്ലേവേഴ്സിലൊന്നാണ് ഈ പിസ്ത, അതുപോലെ തന്നെ റോസിൻ്റെ ഫ്ലേവേഴ്സൊക്കെ. അപ്പോൾ അത് നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് ആ ഒതൻറ്റിക് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുകയാണ്. ഇത് ഓവർനൈറ്റ് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് രാവിലെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ ഈസിയാണ് കേട്ടോ ഈ ഒരു കേക്ക്. ഇതൊരു കേക്കാണെന്ന് വെച്ചാൽ കേക്കിൻ്റെ ആ ഒരു ക്രീമൊക്കെ കൂട്ടി കേക്കിൻ്റെ പോലെ കഴിക്കാൻ പറ്റും. എന്നാൽ കംപ്ലീറ്റ് ആയിട്ടൊരു കേക്കിൻ്റെ പോലെ അല്ലാനും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ഡെസേർട്ടായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മധുരമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ അത് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ബാക്കി ഉണ്ടായിരുന്ന മിൽക്ക് മിക്സും കൂടി നമ്മളിങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല വായിൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു ടെക്സ്ചറൊക്കെയാണ് ഇതിന്. അപ്പോൾ ആ കേക്കും അതുപോലെ തന്നെ ക്രീമും കൂടി ചേർത്ത് ആ മിൽക്കും കൂടെ ചേർത്ത് നമ്മൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റസ്ന സസ്ബിലൂടെ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി റസ്ന. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.